ഇപ്പം ഇന്ത്യൻ മ്യൂസിക് അല്ലെങ്കിൽ ഇന്ത്യൻ മ്യൂസിക്കിന്റെ ഒരു സ്റ്റൈൽ ഉണ്ടല്ലോ. അത് ഇപ്പൊ കുറച്ചുകൂടി പോപ്പുലറൈസ് ആവുകയും കുറച്ചുകൂടി ആളുകളിലേക്ക് കണക്ട് ആവും, ആളുകൾ ഉപയോഗിക്കുന്നതൊക്കെ ആയിട്ട് തോന്നുന്നുണ്ട്. ഇപ്പൊ F1 ഒക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണെങ്കിൽ അതിന്റെ ഒരു മൊത്തത്തിലുള്ള ഒരു ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്, ഒരു RR പരിപാടി ഹാൻസപ്പർ സെറ്റ് ചെയ്തിരിക്കുന്നത് ഒരു ഇന്ത്യൻ പടത്തിന്റെ രീതിയിലാണ്. അതിന്റെ ഒരു മ്യൂസിക്കും അല്ലെങ്കിൽ ഹീറോ ബിൽഡപ്പ് ഒക്കെ അല്ലെങ്കിൽ ഉം, വില്ലന്റെ മ്യൂസിക് സൈഡൊക്കെ. അല്ലെങ്കിൽ ഇപ്പൊ എഡ് ഷീറൻ ഇന്ത്യയിൽ വന്നിട്ടൊരു ആൽബം ചെയ്യുന്നു, അത് ഉം. ചാർട്ട് ബസ്റ്റർ ആവുന്നു. അപ്പുറത്തെ സൈഡില് ഇപ്പൊ ഹനുമാൻ കൈൻഡിന്റെ ഇപ്പൊ ഇന്ത്യ ഒന്നും വേണ്ട, പുള്ളി നേരെ അമേരിക്കയിൽ നേരെ അവിടെ പോയി ടോപ്പ് അടിക്കാൻ തുടങ്ങി. അവിടുത്തെ ബിൽ ബോർഡിലൊക്കെയാണ് പുള്ളി ഇപ്പൊ മത്സരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം ഇന്ത്യൻ മ്യൂസിക്കിന് അല്ലെങ്കിൽ ഇന്ത്യൻ ഇൻഡിപെൻഡന്റ് മ്യൂസിക്കിന് കുറച്ചും കൂടി വാല്യൂ ഉണ്ട്, കുറച്ചും കൂടി വിസിബിലിറ്റി ഉണ്ട്, അങ്ങനെ ഫീൽ ചെയ്യുന്നുണ്ടോ? ആഹ് ഏതൊരു ഔട്ട്സൈഡ് ഇന്ത്യൻ ആയിട്ടുള്ള ഒരു മ്യൂസീഷ്യനും ഇന്ത്യൻ മ്യൂസിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര വലിയൊരു ഡിക്ഷണറിയാണ്. ആ ഹാ ഹാ ഹാ. അതായത് നമുക്ക് തന്നെ ഒന്ന് ആലോചിച്ച് നോക്കൂ, നമ്മളുടെ ഈ കൊച്ചു കേരളത്തിൽ തന്നെ എത്ര ടൈപ്പ് ഓഫ് ഏതൊക്കെ ഫോക്ക് ലോർ എടുക്കാം. കേരളം പിന്നെയും റിഫൈൻ ചെയ്ത് ഫോക്ക് എടുക്കുക. ഓരോ സ്ഥലത്തെ ഫോക്കിനും ഓരോ ടേസ്റ്റാണ്. അത് ഇനി ക്ലാസിക്കലിലേക്ക് വരുവാണെങ്കിൽ നമ്മൾ പാടുന്ന ഗമകങ്ങളൊക്കെ അവർക്ക് അത്ഭുതമാണ്. നമ്മൾ പാടുന്ന തിങ്സ് ഒക്കെ കേൾക്കുമ്പോൾ ഫോറിനേഴ്സ് ഒക്കെ ഇത് എങ്ങനെയാണെന്നുള്ളൊരു സംഭവം അവർക്ക് നമ്മളുടെ മ്യൂസിക് എപ്പോഴും ഒരു അത്ഭുതമാണ്. നമ്മുടെ മ്യൂസിക് ഇൻസ്ട്രുമെന്റ്സ് ആണെങ്കിലും നമ്മളുടെ പാടുന്ന ശൈലിയാണെങ്കിലും. അപ്പം ഇന്ത്യൻ മ്യൂസിക്കിന് എപ്പോഴും ഭയങ്കരമായിട്ടുള്ളൊരു സ്പേസ് ഉണ്ട് എല്ലാ മ്യൂസീഷ്യൻസിൻ്റെയും. നമ്മൾ വേറൊരാളെ മീറ്റ് ചെയ്യുകയാണെങ്കിൽ വേർ ആർ യു ഫ്രം ചോദിക്കുമ്പോൾ ഐ ആം എൻ ഇന്ത്യൻ മ്യൂസീഷ്യൻ എന്ന് പറയുമ്പോൾ ഓ മൈ ഗോഡ്, സോ വാട്ട് കൈൻഡ് ഓഫ് മ്യൂസിക് യു പ്രൊഡ്യൂസ് എന്നൊക്കെ പറയുമ്പോൾ അവർക്ക് അതൊക്കെ ഭയങ്കര ഫാസിനേഷനാണ്. ഇപ്പോൾ ക്ലാസിക്കൽ ആണെങ്കിൽ തന്നെ ഹിന്ദുസ്ഥാനി ക്ലാസിക്കൽ ഉണ്ട്, ഹിന്ദുസ്ഥാനിയിൽ തന്നെ ഒരുപാട് ഘരാനാസ് ഉണ്ട്, കർണാട്ടിക് മ്യൂസിക് ഉണ്ട്, അതിൽ തന്നെ ഒരുപാട് വെറൈറ്റീസ് ഉണ്ട്. സോ ഇതൊക്കെ ഇവർക്ക് അത്ഭുതമാണ്. അപ്പം നമുക്ക് എന്താണ് നമ്മുടെ കയ്യിലുള്ളതെന്ന് എനിക്ക് തോന്നുന്നു ഇപ്പോഴും ആർക്കും അതിൻ്റെ ഒരു വാല്യൂ അറിയില്ല. മറ്റേ KGF ഡയലോഗ് ഉണ്ടല്ലോ, മറ്റേ സ്വർണ്ണപ്പെട്ടി അവർ ചില്ലറയിടാൻ വേണ്ടി വെച്ചിരിക്കുകയാണ്. അതെ, അങ്ങനെ. ഈ പക്ഷെ ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഒരുപാട് ഇന്ത്യൻ മ്യൂസീഷ്യൻസ് ഈ പറഞ്ഞ മാതിരി നമ്മളുടെ മ്യൂസിക്കിനെ പുറത്തേക്ക് കൊണ്ടുവരാനും ഞാനൊരു സ്വീഡൻ മ്യൂസിക് കമ്പനിയായിട്ടൊരു പ്രോജക്റ്റ് റീസെൻ്റ്ലി പ്ലാൻ ചെയ്യുന്നുണ്ട്. അത് ഇതേമാതിരി ഒരു നമ്മളുടെ മ്യൂസിക് ആൻഡ് ഇംഗ്ലീഷ് മ്യൂസിക് ആയിട്ടുള്ള ഒരു കൊളാബറേഷൻ ആണ്. അത് ഞാൻ ഇതുവരെ അനൗൺസ് ചെയ്തിട്ടില്ല, പക്ഷെ ഇറ്റ്സ് അബൌട്ട് ടു കം. കേരളത്തെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഇവിടുത്തെ റാപ്പ് മ്യൂസിക് വലിയ രീതിയിൽ സീൻ പിടിച്ചിരിക്കുന്ന ഒരു സമയമാണ്. നമുക്ക് വേടനുണ്ട്, ഡാപ്സി ഉണ്ട്. ഇപ്പോൾ തമിഴിൽ നിന്ന് അറിവും ഹിപ്ഹോപ്പ് തമിഴൊക്കെ അത് മുമ്പ് തന്നെ തുടങ്ങിയിട്ടുണ്ടെങ്കിലും ഇവിടെ നിന്ന് അത് കുറച്ച് ലേറ്റ് ആയിട്ട് തുടങ്ങി. പക്ഷെ ഇപ്പോൾ നമ്മുടെ ആളുകൾ എല്ലാ സ്ഥലത്തും പെർഫോം ചെയ്യുന്നുണ്ട്. അവർക്ക് ഒരു സാധാരണ പണ്ടുണ്ടായിരുന്ന ഗാനമേള ഫോളോയിങ്ങിനൊക്കെ വെച്ച് നോക്കുമ്പോൾ ഭയങ്കര വലിയ ഫോളോയിങ്. ഇപ്പോൾ ഫെജോൻ്റെ ഒക്കെ ആരാധകർ ഒരുപാടാണ്. ആ ഒരു ഗ്രോത്ത് ഉണ്ടല്ലോ, ആ സൈഡിലുള്ള ഇൻഡിപെൻഡന്റ് മ്യൂസിക്കിന്റെ ഗ്രോത്ത്, അത് കാണുമ്പോൾ എന്താ ഫീൽ ചെയ്യുന്നത്? അതൊരു എന്താ ഒരു ശാഖയാണല്ലോ. ലൈക്ക് എനിക്കതിനെ കുറിച്ച് വലിയ അറിവില്ല, പക്ഷെ അതൊരു സന്തോഷമുള്ള കാര്യമാണ്. എനിക്ക് അതിനെക്കുറിച്ച് പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല. റീസെൻ്റ്ലി അഗൈൻ ഒരു ജോയൽ എന്ന് പറഞ്ഞിട്ടൊരു റാപ്പർ ഉണ്ട്. പുള്ളി ഒരു തമിഴ് റാപ്പറാണ്, റഹ്മാൻ സാറിൻ്റെ കൂടെ ഉള്ള ഒരാളാണ്. അപ്പം എനിക്ക് ഈ റാപ്പ് എനിക്ക് പാടണം എന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ അത് പറ്റുമോയെന്ന് എനിക്കറിയില്ല. ഒരിക്കൽ ഡാപ്സി ഇങ്ങനെ വീട്ടിൽ വന്ന സമയത്ത് ഡാപ്സി എന്നെ കൊണ്ട് കുറച്ച് കാര്യങ്ങളൊക്കെ ഇങ്ങനെ ട്രൈ ചെയ്യിപ്പിച്ചു. അപ്പോൾ ഡാപ്സിയുടെ നിനക്കത് ചെയ്യാൻ പറ്റും എന്ന് പറഞ്ഞിട്ട് എനിക്കൊരു ചെറിയ മോട്ടിവേഷൻ തന്നൊരു തീ കൊളുത്തി പോയിട്ടുണ്ട് അവൻ. അപ്പോൾ അതുകൊണ്ട് ഞാനിങ്ങനെ വിചാരിക്കുകയാണ് ഈ ജോയിലും ഞാനുമായിട്ടൊരു റാപ്പ് ബേസ്ഡ് ഒരു സാധനം കമ്പോസ് ചെയ്ത് റിലീസ് ചെയ്യണം എന്നൊരു അറ്റംപ്റ്റ് നടത്താനുള്ള ഇത് ഇഷ്ടമുള്ളതുകൊണ്ടാണ്. ഈ പറഞ്ഞ പോലെ ഈ ഒരു ശാഖ ഇഷ്ടമാണ്. ഇതൊരു സംതിങ് ന്യൂ അല്ലേ, പുതിയൊരു സംഭവം അല്ലേ, ഞാൻ ഒട്ടും വർക്ക് ചെയ്യാത്തതോ ഒട്ടും അറിയാത്തതായിട്ടുള്ള ഒരു സംഭവമാണ്. അപ്പൊ അത് എനിക്ക് എക്സ്പ്ലോർ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. അത് ഇമ്മീഡിയറ്റ്ലി മേ ബി ഈ വർഷം തന്നെ ഞാനും ജോയും കൂടെ ഉള്ള ഒരു പ്രോജക്റ്റ് വരും. അറിയില്ല ട്രൈ ചെയ്ത് നോക്കാം. ഇനി അത് മാത്രമായിട്ട് എന്തിനാ ട്രൈ ചെയ്യാണ്ട് ചെയ്യണം. ഈ ഇപ്പൊ വേടന്റെ വരികളുണ്ടല്ലോ, അപ്പൊ അതിനിപ്പോ സ്റ്റേറ്റ് അവാർഡ് ഒക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. ഏറ്റവും ഒരു പക്ഷേ ലളിതമായിട്ടുള്ള ഒരു വരികൾക്ക് അവാർഡ് കിട്ടിയത് സമീപഭാവിയിലാതായിരിക്കും. ഇപ്പൊ വിയർപ്പ് കൊണ്ട് തുന്നിയ കുപ്പായം, കുടിച്ച കള്ള് കള്ളാമൊന്നും പറയില്ലട, അതൊക്കെ നമ്മൾ സംസാരിക്കുന്ന ഭാഷയാണല്ലോ. അത് വെച്ചിട്ട് വരികൾ ഉണ്ടാക്കുക, വേടന്റെ വരികൾ അല്ലെങ്കിൽ വേടന്റെ ഐഡിയോളജിയെ അത് കാണുന്നുണ്ടോ, മനസ്സിലാക്കുന്നുണ്ടോ? ആ ടാലന്റ് എങ്ങനെയാ മനസ്സിലാക്കുന്നത്? ഈ വരികൾ എന്ന് പറയുമ്പോൾ നമുക്ക് എപ്പോഴും വരികൾ എന്തിനാ നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റണം അല്ലേ. നമ്മളൊരു
സാധനം ഒരു കാര്യം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ അത് നമുക്കത് ഒരാൾ പറയുമ്പോൾ നമുക്ക് ഫീൽ ചെയ്യണം. അപ്പോൾ വേടന്റെ വരികൾക്ക് അത് സാധിച്ചു എന്നുള്ളതാണ്. അപ്പോൾ എത്രയോ പേർക്ക് അത് ഒരുപാട് കാവ്യാത്മകമായിട്ട് വേണം എന്നുള്ളതില്ല. ഒരു മനസ്സിന് അതിനെ അനക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് തന്നെയാണ് അതിനകത്ത് ഏറ്റവും വലിയ സക്സസ് എന്നാണ് എനിക്ക് ഫീൽ ചെയ്യണത്. വലിയ കവിതയൊക്കെ എഴുതിയിട്ട് ഒന്നും മനസ്സിലായില്ലെങ്കിൽ ഇപ്പൊ എന്താക്കാനാ അല്ലേ? ഈ ഫോക്ക് സോങ്സ് ഉണ്ടല്ലോ, അപ്പൊ എല്ലാരും ചൊല്ലണ്, അല്ലെങ്കിൽ പിന്നെ ആലയിലോ പോലെയോ ഒക്കെ എടുത്ത് ചെയ്യുന്നുണ്ടല്ലോ സ്റ്റേജിൽ. അപ്പൊ നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള കുറച്ച് ഇംപ്രവൈസേഷൻസ് ചെയ്യുമല്ലോ. അപ്പൊ അടിയിൽ ഇങ്ങനെ കമന്റുകൾ വരുമല്ലോ, നാടൻ വൈബ് നിങ്ങൾ നശിപ്പിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷെ സ്റ്റേജ് അത് ഡിമാൻഡ് ചെയ്യുന്നുണ്ട്. ഇതിനെങ്ങനെയാ നോക്കി കാണുന്നത് ഇങ്ങനത്തെ കമന്റുകളെ? അല്ലെങ്കിൽ എന്താ അറിയോ, ഈ കമന്റ് പറയുന്ന ആളുകൾ തന്നെയാണ് സ്റ്റേജിൽ വന്നിട്ട് അവിടെ നിന്നിട്ട് ഡാൻസ് കളിക്കുന്നതും. അതുകൊണ്ട് ഞാനിങ്ങനെ അല്ലെങ്കിൽ ഇവരെന്തിനാ നമുക്ക് ആ നാടൻ പാട്ടായിട്ട് സ്റ്റേജിൽ വന്ന് പ്രസന്റ് ചെയ്യാൻ പറ്റുമോ? ഇപ്പൊ നാടൻ പാട്ടിനെ ഇപ്പൊ നമ്മുടെ ഒരു ബാൻഡിൽ പ്രസന്റ് ചെയ്യുമ്പോൾ എന്നാൽ നമുക്ക് നാടൻ പാട്ട് ആളുകൾക്ക് ഇഷ്ടമാണെന്നും ഞങ്ങൾക്കും ഇഷ്ടമാണെന്നും ഞങ്ങൾക്കത് പെർഫോം ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. അതിന് ഈ ഡ്രംസും കീസും ഗിറ്റാറും വെച്ചിട്ട് ഞങ്ങൾ എങ്ങനെ നാടൻ പാട്ടായിട്ട് പ്രസന്റ് ചെയ്യും? അതിന് നമ്മുടെ രീതിയിൽ ഇതിനൊരു വേറെ കളർ കൊടുക്കാൻ പറ്റുള്ളൂ. അതിനെയാണല്ലോ ഒരു ഇതെന്ന് പറയുന്നത്. നാടൻ പാട്ടായിട്ട് പാടാൻ എത്രയോ വലിയ നാടൻ പാട്ട് ആളുകളുണ്ട്, പിന്നല്ലേ? അപ്പൊ അതിന്റെ ഒരു പുതിയൊരു സാധനമായിട്ട് അക്സെപ്റ്റ് ചെയ്യാൻ നമ്മുടെ നാട്ടിൽ തന്നെ ഇല്ലാത്തൊരു സംഭവം. ഒരു കാര്യം ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. ഒരാളൊരു കാര്യം ചെയ്ത് കഴിഞ്ഞാൽ അതങ്ങോട്ട് അംഗീകരിക്കാൻ പാടാണ്, ബുദ്ധിമുട്ടാണ്. അത് മലയാളികളുടെ ഒരു കുഴപ്പമായിട്ട് തോന്നിയിട്ടുണ്ടോ? എന്നെ മലയാളികളായിരുന്നു എന്റെ ടാർഗറ്റ് ചെയ്യുന്ന മലയാളികളായതുകൊണ്ട് തന്നെ അതെ വെറുതെ. അപ്പൊ പിഴയുടെ പിഴ സോങ് ചെയ്തിരിക്കുന്നത് നമ്മുടെ പാട്ടുകളിൽ നിന്ന് ഇൻസ്പയർഡ് ആയിട്ടാണ് ഞാനത് ചെയ്തിരിക്കുന്നത്. അതിന്റെ ഒരു ട്യൂണിങ് കമ്പോസിങ് ഒക്കെ ആ ഒരു ആട്ടവും ആ ഒരു ഇതിലാണ്. എന്നാ പാട്ട് വൈബാണ്. അതിന് ഇൻസ്പയർഡ് ആയിട്ടുള്ള ഒരു ട്യൂൺ കമ്പോസിങ് ആണ് ചെയ്തിരിക്കുന്നത്. പക്ഷെ അഗെയിൻ ഞാനത് സംസാരിക്കാൻ പോകുന്നത് ആ സർപ്പപ്പാട്ട് കേൾക്കുന്ന ആളുകളോടല്ല, അല്ലെങ്കിൽ ആ ഫോക്ലോർ മാത്രം കേൾക്കുന്ന ആളുകളോടല്ലല്ലോ ഞാൻ ഈ പാട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. എൻ്റെ ജനറേഷൻ, എൻ്റെ താഴെയോ മുകളിലോ ഉള്ള ആളുകളോടല്ലേ ഞാൻ സംസാരിക്കുന്നത്. അപ്പോൾ എനിക്ക് ഈ ഒരു ജനറേഷൻ മ്യൂസിക് ഇട്ടല്ലേ പറ്റുള്ളൂ. അപ്പോൾ പിഴ അങ്ങനെ ഒരു കോമ്പിനേഷനിൽ കുറച്ച് ട്രാൻസും കൂടെ ഉണ്ട്. ഒരു ഡാർക്ക് ട്രാൻസിലേക്കാണ് അതിന്റെ ഒരു ട്രാൻസിഷൻ പോകുന്നത്. ഇപ്പൊ നിൽക്കുന്ന ഒരു അമൃതനുണ്ടല്ലോ, വളരെ കളർഫുൾ ആയിട്ട് വൈബ് ചെയ്ത്. മോണിക്ക പാട്ടിന്റെ ഞാൻ അന്നും ആഗ്രഹിച്ചിരുന്നത് ഇതൊക്കെയായിരുന്നു. പക്ഷെ എനിക്ക് അറിയണ്ടായിരുന്നു, എനിക്ക് പറ്റില്ലായിരുന്നു. എന്താ അറിയോ, എഗെയിൻ അത് അനുഭവം, നമ്മളുടെ എക്സ്പീരിയൻസ് ആണ്. നമ്മളത് ഇന്നലത്തെ സ്റ്റേജിൽ ഞാൻ പെർഫോം ചെയ്ത പോലെ ആയിരിക്കില്ല ഡെഫിനറ്റ്ലി നാളത്തെ സ്റ്റേജിൽ പെർഫോം ചെയ്യുക. കാരണം ഒരു ദിവസത്തെ എക്സ്പീരിയൻസും കൂടെ, ഒരു ടൈപ്പ് ഓഫ് ആളുകളെയും കൂടെ നമ്മൾ കണ്ടു. അപ്പൊ അതിങ്ങനെ കൂടിക്കൂടിയല്ലേ വരിക. അപ്പൊ ആദ്യത്തെ സമയത്ത് ഞാൻ ആഗ്രഹിച്ചിരുന്നത് ഇങ്ങനെയൊക്കെ ചെയ്യാനാണ്. പക്ഷെ എനിക്ക് പേടിയാണ്, ഞാൻ ചെയ്ത ആർക്കെങ്കിലും ഇഷ്ടാവോ, ചെയ്ത തെറ്റിപ്പോവോ, ഇതൊക്കെ നമ്മള് അങ്ങനെ ഇവോൾവ് ചെയ്ത് വരുന്നതാണ്. ഈ പൂജ ഹെഗ്ഡെ ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട് ഈ മോണിക്കയുടെ ഹുക്ക് സ്റ്റെപ്പ് പഠിക്കാൻ വേണ്ടിട്ട്. അമൃത എങ്ങനെ പെട്ടെന്ന് പഠിച്ചെടുത്തേ? നമ്മള് ആവശ്യമല്ലേ സഹോദരാ, പഠിക്കണ്ടേ? ബേസിക്കലി കൊറേ കാര്യങ്ങളൊക്കെ സ്റ്റേജില് ഒരു വൈബിനനുസരിച്ച് നമ്മൾ അങ്ങ് ചെയ്യുന്നതാണ്. നമ്മൾ അറിഞ്ഞിട്ടൊന്നുമല്ല. ആളുകൾക്ക് ഇഷ്ടാവുന്ന ഒരു കാര്യമാണ്, അവർക്ക് എന്താണോ ഇഷ്ടം അത് ചെയ്യാന്നുള്ളതാണ്. അപ്പം അവര് ആഗ്രഹിക്കുന്നുണ്ടാവും അത്. അപ്പൊ അതെങ്ങനെ നമ്മളൊരു അങ്ങനെയൊക്കെ മാനേജ് ചെയ്ത് പോവും.